ഹായ് ഹലോ, ഇപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ശ്രുതി തൻ്റെ വീട്ടിലോട്ട്, തൻ്റെ സ്വന്തം നാട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. പക്ഷേ ചില നിമിത്തങ്ങളെന്ന് വേണമെങ്കിലും പറയാം, ചില പ്രശ്നങ്ങളെന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ആ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ശ്രുതിക്ക് അങ്ങോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. ഇനി പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമോ, അത് ഇവിടെ നിന്ന് തന്നെ തൻ്റെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ അശ്വിൻ ലാവണ്യെ കൊണ്ടുവരാനുള്ള, തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യും? ഇനി തൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയല്ലോ, അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കാരണം കുറച്ചുകൂടി സങ്കടം അവർക്ക് വരത്തില്ലേ? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിൽക്കണോ അതോ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എന്തായാലും ശ്യാം സാറിനെ വിളിച്ച് ജോലിയുടെ കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി ശ്യാമിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമിനെ ഫോൺ വിളിച്ച് ശ്യാം കോൾ എടുക്കുകയും ശ്രുതിയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് അഞ്ജലി വരുന്നത് ശ്യാം കണ്ണാടി കൂടെ കാണുന്നത്. അപ്പോൾ എന്തായാലും പ്ലേറ്റ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ജലിക്ക് സംശയം തോന്നും. അങ്ങനെ വേറെ ആരുടെത്തോ സംസാരിക്കുന്ന രീതിയിൽ ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ജോലിയുടെയും പിന്നെ തൻ്റെ അമ്മായിയുടെ ആ ഒരു പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്തായാലും ഞാൻ ശരിയാക്കി തരാം, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഞ്ജലി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിലേബി ഉണ്ടാക്കിയത് നിങ്ങളാണെന്നും നിങ്ങൾ ജിലേബി ഉണ്ടാക്കി തന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അഞ്ജലി ശ്യാമിനോട് എനിക്ക് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ ഫോൺ വാങ്ങാൻ വേണ്ടി വരുമ്പോഴാണ് നമ്മുടെ മനോരമയുടെ ഭർത്താവ് വരുന്നത്. മോഹനേട്ടൻ വരികയും അഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ തക്കത്തിന് തന്നെ റേഞ്ച് ഇഷ്യൂ എന്ന് പറഞ്ഞ് ശ്യാം കോള് കട്ട് ചെയ്തിട്ട് അവിടുത്തെ തടിതപ്പുവാണ്. എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ശ്യാമിനെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇനി ശ്യാമിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും തിരിച്ച് വേറെ ഇതൊന്നും ആലോചിക്കാതെ, വേറെ തല പുകഞ്ഞ് ആലോചിക്കാതെ ശ്രുതിയും കയറി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ അശ്വിൻ നമ്മുടെ ലാവണ്യം കൊണ്ട് ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലാവണ്യ വന്ന ഉടനെ തന്നെ മനോരമയും എല്ലാവരും സ്വീകരിച്ച് അകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവുകയും അഞ്ജലി ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റാൻ വേണ്ടി പോകുന്ന സമയത്താണ് മുത്തശ്ശി തടയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അഞ്ജലി ലാവണ്യക്ക് ആരതി ഒഴിയുന്നു? കാരണം അവള് നമ്മുടെ വേറെ ആരും അല്ലല്ലോ, ഇത് അവള് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ, അതിഥിയായിട്ട് വന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് ആരതി ഒഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടെ തടയുന്നുണ്ട്. പക്ഷെ ശ്യാമും അഞ്ജലിയൊക്കെ പറഞ്ഞത് ഒരു ആദ്യത്തെ മര്യാദയുണ്ട് നമുക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം എന്നൊരു ആദ്യത്തെ മര്യാദയുണ്ട്. അതിൻ്റെ പ്രകാരമാണ് ചെയ്യുന്നത്. മുത്തശ്ശി ഇതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവസാനം ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റുവാണ്. പക്ഷെ ആരതിയുടെ ഈ പുകയോ അല്ലെങ്കിൽ ആ ഒരു ആചാരമോ ഒന്നും ലാവണ്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ലാവണ്യ എന്താ പുക, ഇതെന്താ ഒരു അരോചകമായിട്ട് തോന്നുന്ന രീതിയിലാണ് ലാവണ്യ അവിടെ പ്രതികരണം നടത്തിയത്. പക്ഷേ ഇത് മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവൾ ഇങ്ങനെ കാണിക്കുന്നതിന് ഇവളുടെ അടുത്ത് തിരിച്ച് എനിക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ, പക്ഷെ ഞാൻ വെറുതെ വിടുവാണ് എന്ന് മുത്തശ്ശി മനസ്സിൽ സ്വയം പറയുവാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ലാവണ്യ അകത്ത് കയറ്റുകയും എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ ലാവണ്യ തന്നെ ഒരുപാട് കേക്കും പേസ്ട്രീസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാവർക്കും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മുട്ട ചേർത്തതായതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എല്ലാവരും പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഞങ്ങൾ ആരും മുട്ട കഴിക്കാറില്ല എന്ന് നമ്മുടെ എല്ലാവരും കൂടി ലാവണ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ലാവണ്യക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ അശ്വിൻ്റെ റൂമിലോട്ട് പോവാണ്. ആ സമയത്ത് തന്നെ അടുത്ത ബോംബ് നമ്മുടെ ലാവണ്യയ്ക്കുമായിട്ട് നമ്മുടെ മുത്തശ്ശി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കാൻ വേണ്ടി പാടില്ല. ഈ വീട്ടിൽ കുറച്ച് ചിട്ടവട്ടവും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് മര്യാദയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലാവണ്യ ഗസ്റ്റ് റൂമിൽ താമസിച്ചാൽ മതി, അശ്വിൻ്റെ കൂടെ താമസിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മുത്തശ്ശി അവിടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സംസാരം അശ്വിനും ഇഷ്ടപ്പെട്ടില്ല, ലാവണ്യയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അത് എന്തിനു പറയുന്നു, നമ്മുടെ മനോരമയ്ക്കും ആ ഒരു വർത്തമാനം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എങ്ങനെ ലാവണ്യയ്ക്കും അശ്വിനും ഇഷ്ടപ്പെടാൻ പോകുന്നു? അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ അവർക്ക് ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അവസാനം ദേഷ്യപ്പെട്ട് ലാവണ്യ തൻ്റെ ആ ഒരു ഗസ്റ്റ് റൂമിലോട്ട് പോവുകയും അശ്വിൻ ഇതിൻ്റെ പേരിൽ ലാവണ്യയെ ഇൻസൾട്ട് ചെയ്യുവാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി
പറഞ്ഞത് ഈ വീട്ടില് ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചിട്ടകളും വട്ടങ്ങളൊക്കെ അറിഞ്ഞ് പെരുമാറാൻ പറ്റുവാണെങ്കിൽ മാത്രം അവളിവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല, അവൾ പൊയ്ക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശി എടുത്ത് പറയുകയും പിന്നെ 1 മാസം മാത്രമേ അവൾക്ക് സമയമുള്ളൂ. ഈ 1 മാസത്തിനകത്ത് വെച്ച് അവൾ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നമുക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ അശ്വിൻ്റെയും ലാവണ്യയുടെയും കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. അതിന് അല്ലാത്ത പക്ഷം ലാവണ്യ അപ്പം തന്നെ ഇവിടെ നിന്ന് കെട്ടും പാണ്ടൊക്കെ എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥയായിരിക്കും വരേണ്ടത് എന്ന് മുത്തശ്ശി മുൻകൂട്ടിയെ തന്നെ ശ്യാമിനോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അശ്വിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശി പറഞ്ഞത്, നിനക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തോന്നിയാസം കാണിക്കുന്നതിന് മുന്നേ തന്നെ എന്നെ ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാധനങ്ങളും എടുത്ത് ഞാൻ പൊയ്ക്കോളാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ ഒരു കടുത്ത തീരുമാനം എടുക്കുകയും അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അശ്വിൻ ആ ഒരു തീരുമാനത്തോട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അശ്വിൻ ഇതൊന്നും ഒട്ടും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അശ്വിൻ ഭയങ്കര ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ കടിച്ചേറി നിൽക്കാൻ പറ്റുന്ന ഒരു ദേഷ്യത്തിൽ റൂമിലോട്ട് പോവുകയും ഇനി എനിക്കിത് ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പം തന്നെ ഞാൻ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്, ഞാൻ ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ അതുകൊണ്ട് പോവാണ് എന്ന് അശ്വിൻ അവിടെ ദേഷ്യത്തോടെ പറയുമ്പോൾ ശ്യാമ സമാധാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ രാമേട്ടൻ ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയും ചായയൊക്കെ കുടിച്ച് ആ ഒരു കൂളാവുകയും എന്നിട്ട് ശ്യാം തന്നെ പറയുന്നുണ്ട്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പം അവർ നിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീ പറയുന്നത് ശരിയാണ്, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരും പറയുന്നത് ശരിയാണ്. നമുക്കിപ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് മര്യാദയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഒരാൾ വീട്ടിൽ വന്ന് താമസിക്കുന്നത് കുഴപ്പമില്ല എന്ന് നമുക്ക് കുഴപ്പമില്ല, ക്ഷമിക്കാം. പക്ഷേ കല്യാണത്തിന് മുന്നേ ഒരാള് രണ്ടുപേരും ഒരുമിച്ചൊരു റൂമിൽ താമസിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? എന്തായാലും നമ്മൾ കുറച്ചെടുത്തൊക്കെ ഇപ്പൊ നിന്റെ ആ ഒരു വാശിക്ക് തന്നെ വെച്ചുകൊണ്ട് നിന്നതിനും ഒന്നും നടക്കത്തില്ല. നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വിട്ടുവീഴ്ചയൊക്കെ നടത്തിയാൽ മാത്രമേ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടാൻ സാധിക്കത്തുള്ളൂ എന്ന് അശ്വിനോട് ശ്യാമ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാമ പറഞ്ഞ കാര്യങ്ങളോട് അശ്വിൻ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ എന്തൊക്കെ സംഭവിക്കാം? ലാവണ്യ വന്ന ആ പാടെ തന്നെ മുത്തശ്ശിക്കും പിന്നെ ചെറുതായിട്ട് മുത്തശ്ശിയുടെ മനസ്സിൽ ചെറുതായിട്ട് കരട് വാരിയിടുന്ന രീതിയിലാണ് ലാവണ്യയുടെ ആ ഒരു പെരുമാറ്റവും സംസാരമൊക്കെ വന്നത്. അതിൽ ഒട്ടും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇനി പോകെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മളെ ലാവണ്യ ആ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ അശ്വിനും നേരിടാൻ പോകുന്നത്? ഇതിന്റെ മുന്നോടിയായിട്ട് അവസാനം ലാവണ്യ എല്ലാ ചിട്ടയും കാര്യങ്ങളൊക്കെ പഠിച്ച് അശ്വിന്റെ ഭാര്യയായിട്ട് ആ ഒരു വീട്ടിൽ തുടരുമോ, അതോ ഇനി അശ്വിൻ്റെ ആ ഭാര്യ പദവിയിൽ നിന്ന് മുത്തശ്ശി തന്നെ പടി ഇറക്കി വിടുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും ഇനി അശ്വിൻ്റെയും ലാവണ്യയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ശ്രുതി വലിയൊരു ദുരന്തത്തിൽ തന്നെ പെട്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ആരായിരിക്കും ശ്രുതിക്ക് രക്ഷകനായിട്ട് വരാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് റിവ്യൂ പറ്റിയാണെങ്കിലും എന്താണെങ്കിലും പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.